ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. ഇതിലേത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? ഒരു നിലവിളി കേട്ടത്? എന്താ എന്റെ പറശ്ശിനി കഥ മുത്തപ്പാ, ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പള്ളി, ഇതാരാണെന്ന് നോക്കുക. ഞാനോ? മറ്റുള്ള തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം. ഒന്ന് നോക്കുന്നേ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. മാമ്പള്ളി, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിലിട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു തന്നത്? അറിയില്ല. എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ ഉണ്ണികൃഷ്ണ, അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റായി തുടങ്ങിയോ എന്ന സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കണത് നന്നായി. പോയില്ലോ? എന്താ ഈശ്വര, പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയും ഒക്കെ നീണ്ടു നിവർന്ന് കിടക്കയില്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണേലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി എന്നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞി തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ. നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ? പിന്നെ ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രായം പറഞ്ഞ എന്നെ കൊന്നേ. ഇവനാടാ കോലം കണ്ടോടാൻ. നിന്റെ അച്ഛൻ ചവിട്ടോട്ടില്ലേ? സ്വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ. മനപ്പാഠം പഠിച്ചതൊക്കെ ഓർക്കയായിരിക്കുവേ. മനപ്പാഠം പഠിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് പരമാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ സിദ്ധിപാഠങ്ങളൊക്കെ മനനം ചെയ്ത ആത്മതപോവന സീമന്ത രേഖയിൽ ബുൽബുധ ബിന്ദുവായി അലിഞ്ഞു ചേരുന്ന ഒരു സ്വാമി. പൗർണമാസ്യാം പരിണയോ മുക്തിചൂടാംശം മധ്യമാം. പൗർണമി മധ്യമമായതുകൊണ്ട് പരിണയത്തിന് ദോഷമൊന്നുമില്ലല്ലോ.
മേടം, ഇടവം, ചിങ്ങം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്നീ സർവപാദങ്ങളും വർജ്യം. മറ്റൊരു മുഹൂർത്തം അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. പുരുഷ ജാതകത്തിന്റെ ജന്മാഷ്ടമ രാശി ദോഷമാണല്ലോ കാണിക്കുന്നത്. ആർക്കാണാവോ ദോഷം? തറവാടിനും ബന്ധുമിത്രാദികൾ സർവർക്കും, പ്രത്യേകിച്ച് മുത്തശ്ശന്. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പരികർമ്മി, സ്വാമി തീർത്ഥജലം തരൂ. ഹരിഹോം ശിവ അമ്മേ. ഹരിഹോം ശിവ. ഓം മമ്മദസ്സ മമ്മദസ്സ നന്നേയും ടാങ്കോര മമ്മദസ്സ എവിടെ കുന്നാലെ പോ മമ്മദസ്സ മമ്മദസ്സ. ഇതെന്ത് ഭാഷയാ? സംസ്കൃതമല്ല. അത് ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരുകർമ്മ കൃമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. മനസ്സ് സിദ്ധ ഗുരുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഈ ഭാഷയിലാണ് സംസാരിക്കാറ്. കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓ. അതെ. ഗുരുദേവ് നമ. നമോ നമ. ഈ ജാതകമുള്ള പുരുഷനെ എത്രയും വേഗം ഈ തറവാടിന്ന് അടിച്ചോടിക്കുക അല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ലെന്നാ ഇദ്ദേഹം ഉരുളിയത്, അരുളിയത്. അത്രയും തൽക്കാലം വേണ്ട. പരികർമ്മി അർത്ഥം വ്യാഖ്യാനിച്ചത് അല്പം കടന്നുപോയി. ക്ഷമിക്കണം, ഭാഷാർത്ഥം പ്രയോഗിക്കാൻ സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തില് അങ്ങനെ ഇങ്ങനെ. അത്രയ്ക്ക് ആവേശം വേണ്ട. പെട്ടെന്നുള്ള പുറത്താക്കൽ കൊണ്ട് ജാതകകാരൻ ചിലപ്പോ വയലന്റ് ആകും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മയത്തിൽ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലെങ്കിൽ ആ കാർഗോടകന്റെ സ്വഭാവത്തിന് ചാടിക്കേറി വല്ല അതിക്രമം കാണിച്ചാ സർവ്വ കള്ളങ്ങളും പൊളിയും. കള്ളങ്ങളോ? സർവ്വ ബന്ധങ്ങളും. അത് ശരിയാ. എന്തായാലും തൽക്കാലം അവനിവിടെ നിന്നോട്ടെ. സാവധാനം ഒഴിവാക്കാം. അല്ലേ സ്വാമി? അതെ, തന്ത്രത്തിലെ അയാളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദേവി ശരണം ശരണം. ആതിരയ്ക്ക് ജാതക പൊരുത്തം മൊത്തം ഒരാൾ എത്തുമ്പോ നാം പറയാം. ഓ, എല്ലാം അവിടുത്തെ ഇഷ്ടം. ഉം. എന്നാ ഞങ്ങള് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മാമ്പള്ളി വരുന്നില്ലേ? ഓ ദാ എത്തി സ്വാമി. എടോ ഇയാൾ ഇത് ഏത് ഭാഷയാ പറഞ്ഞേ? അത് പഴയൊരു തമിഴ് പാട്ടിന്റെ വരികൾ തിരിച്ചിട്ടതാ. മമ്മദസ മമ്മദസ സമ്മതമാ. ഓ സമ്മതമാ സമ്മതമാ നാനുങ്ക കൂടെ വരാൻ സമ്മതമാ. നിർത്തടാ, കളി ഓവർ ആവരുത്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് അവൻ ഡാൻസും കുത്തും. പ്രിയതമേ, പ്രിയതമേ, ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ. സത്യം പറഞ്ഞ ഞാൻ ഐ ലവ് യു. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇനിയും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ടാവാലോ. ഐ ആം റിയലി ഐ ലവ് യു. ഇക്കാര്യത്തിൽ ബാലേട്ടന് ഒരു ക്ഷമയില്ലല്ലോ. ക്ഷമയില്ലാഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. ഉം. കഴുത്തില് താലിയില്ലാതെ എന്റെ ആദരിങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പ്രേതം കൂടുവോ? പ്രേതം കൂടി ഒഴിപ്പിക്കാലോ. ഇവിടെ മുഴുവൻ ദൈവങ്ങളല്ലേ, അവതാര പുരുഷന്മാർ. അങ്ങനെ ബാലേട്ടൻ പേടിക്കണ്ട. എന്റെ ദേഹത്ത് ആരും കൂടില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശി അറിയാണ്ട് ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല. ആതിരെ, ഐ കിസ് മീ. ഛേ, അയ്യോ അമ്മേ, തീ, അയ്യോ. എന്താടാ ബാല ചാടണേ? മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ആ, ശരിക്കും തട്ടി. എല്ലാരും കൂടി ശരിക്കും മർമ്മത്തന്നെ ഇട്ട് തട്ടി തന്നല്ലോ. മാമനും ഈ കള്ളസ്വാമിമാരുടെ കൂടെ കൂടിയേക്കാണല്ലേ. കള്ളു വേണേ ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് മനസ്സിലാവില്ല സമയം, മലയാളത്തിൽ പറഞ്ഞു കൊടുത്താട്ടെ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. സൂക്ഷിച്ചോടത്തോളം മതിയായി. ഇനി അല്പം ചെലവാക്കാൻ തന്നെ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആതിര എന്റെ സ്വന്താ. അവളെ തട്ടിപ്പറിക്കാൻ നോക്കിയാണ്ടല്ലോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മകൻ ചെറ്റേടാ. ദേ ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്. ഒരു ചറ്റയ്ക്ക് മറ്റൊരു ചറ്റയ്ക്ക് തിരിച്ചറിയാൻ കഴിയൂ. അതെ. പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അമ്മ അച്ഛനും ചോദിച്ചാ എന്താ പറയാ? ഭാനുമതിയോടും ഭാസ്കരനോടും വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. 1-2 ദിവസം കൂടി മുത്തച്ഛനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. കൂടിയ 2-3-4-6 ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും. കലങ്ങി തെളിയോ? എന്ത്? അത് കുളം. അതൊന്നും തെളിഞ്ഞിട്ട് വേണം 1-2 മീനിനെ പിടിക്കാൻ. കുളത്തിൽ ചൂണ്ടായിട്ട് കുസൂറിന് കൊതി തീർന്നിട്ടില്ല. ബോംബെയിൽ കുളമില്ലല്ലോ. എന്താ? എന്ത് പറ്റി? എന്താ ഉണ്ടായത്? നിലവറയിൽ വെച്ചിരുന്ന ആഭരണപ്പെട്ടി കാണാനില്ല. എവിടെ പോയി? ആതിരയോട് ചോദിച്ചില്ലേ? ആതിരക്കണേ കല്ല് നെക്ലസ് വേണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ ആഭരണപ്പെട്ടി കാണാനില്ലെന്ന് അറിഞ്ഞത്. എന്റെ ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കള്ളന്മാരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. പ്രേതെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞ് ഓരോമാര് തറവാട്ടി കയറി നടക്കണ കാണില്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. ഈ കുറുന്തോട്ടിയും കൊണ്ട് നീ ഇവിടെ നിന്ന് കയറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണാ. വേണ്ട, അങ്ങനെ കണ്ണടച്ച് ആരും ഒരു തീരുമാനം എടുക്കണ്ട. കള്ളനാരാണെന്ന് തെളിയിക്കാൻ ജ്ഞാനദൃഷ്ടിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. മമ്പളി. അയ്യോ ഞാനോ? ഞാനെങ്ങനെ? തന്നോടല്ല, സ്വാമിയെ വിളിക്ക.
ഞാനത് എങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കൊടച്ചക്രൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. ആ. നീലടാ അത് അടിച്ചു മാറ്റിയത്. ദേ, ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസ്തുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസുവോ? വസ്തു, ഇത്രയും വസ്തു. ഓ, ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ആ, ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി? ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടെന്ന് തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. ആ, കൊളമാക്കോ? അതൊക്കെ പറയാം. ഒരൊറ്റ കൈ ഏറ്റാലമാര് കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ.